പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ കാലയളവിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ ബ്രദർ AK തിരുമേനി അവറുകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവവും സാക്ഷ്യവും പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ബ്രദർ AK തിരുമേനി അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദൈവാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. ഇപ്പോൾ ഞാൻ ഇതിനു വേണ്ടി നിൽക്കുന്നത് ഇപ്പോൾ നെയ്യാറ്റിൻകരയാണ്. എൻ്റെ സ്ഥലം കായംകുളത്താണ്. കായംകുളം വലിയഴിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. എനിക്ക് എൻ്റെ ഭാര്യ, അമ്മ, അച്ഛൻ മരിച്ചുപോയി. 2 സഹോദരിമാരുണ്ട്. അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. ഓക്കെ. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുന്ന ദൈവീയ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായ നല്ല ഓർമ്മകളും ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ കാര്യങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം തുടർമാനമായി സംസാരിക്കാം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം അരോമ ടിവിയുടെ സാക്ഷ്യത്തിനായി ദൈവം എന്നെ കണ്ട ആ വലിയ കൃപയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇതിനെ ലീഡ് ചെയ്ത് സംസാരിക്കുന്ന ദൈവദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആയിട്ടുള്ള പ്രേക്ഷകർ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ സാക്ഷ്യം എല്ലാവർക്കും വളരെ പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് AK തിരുമേനി. വലിയഴിക്കൽ എന്ന് പറയുന്ന ദേശത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ, 2 സഹോദരിമാർ, എൻ്റെ അച്ഛനും ആയിരുന്നു. പക്ഷെ അച്ഛൻ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരണപ്പെട്ടു. അപ്പൊ അതിന് ശേഷം ജീവിതത്തിൽ ചെറുപ്പകാലം മുതലേ തന്നെ ഞങ്ങള് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ക്ഷേത്രാദി ചടങ്ങുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ പാർക്കുന്ന ദേശം ഹൈന്ദവ മാർഗത്തിലുള്ള ഹൈന്ദവ ആരാധനകൾ, ക്ഷേത്രങ്ങൾ അധികമുള്ള ഒരു നാടാണ്. അതുപോലെ തന്നെ അവിടെയുള്ള അനേകം പേര്, കാരണം അവിടെ ഉള്ളവരൊക്കെ തന്നെ ക്ഷേത്ര പൂജാരിമാരാണ്. അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളാണെങ്കിൽ പോലും, എൻ്റെ സഹോദരി ഭർത്താക്കന്മാരാണെങ്കിൽ പോലും എല്ലാവരും, ചേട്ടന്മാർ, അനിയന്മാര്, ഇവരെല്ലാം ക്ഷേത്ര പൂജാരിമാരാണ്. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു ചുറ്റുപാടിൽ ജീവിച്ചു വന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ എൻ്റെ പഠനകാലം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് വലിയഴിക്കൽ എന്ന് പറയുന്ന ഗവൺമെന്റ് HS സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ ആ പഠനം തീർന്നതിന് ശേഷമാണ് ഞാൻ നേരെ ഈ തന്ത്രവിദ്യാപീഠത്തിൽ അല്ലെങ്കിൽ താന്ത്രിക വിദ്യ പഠിക്കണമെന്ന് കരുതിയിട്ട് അവിടെ അറിയപ്പെടുന്ന ഒരു പുരോഹിതന്റെ അടുത്ത് എൻ്റെ പൂജാ പഠനത്തിന് വേണ്ടി ഞാൻ പോകുന്നു. അങ്ങനെ പൂജാ പഠനത്തിന് പോയി അവിടെ നിന്നും പഠിച്ചിറങ്ങി കാരണം കേരളത്തിൽ അനേകം ചെറുത് മുതൽ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അനേകം ക്ഷേത്രത്തിലെ ക്ഷേത്ര പൂജകളുമായി മുൻപോട്ട് പോയി. അതുപോലെ തന്നെ അനേകം തന്ത്രിമാരുടെ കൂടെ മുൻപോട്ടൊക്കെ പോയിരുന്ന ഒരു മനുഷ്യനാണ്. കാരണം ഈ ക്ഷേത്ര പൂജകളൊക്കെ ചെയ്യുമ്പോൾ അനേകം സാമ്പത്തികം ചെറുപ്പം മുതലേ കിട്ടുമായിരുന്നു. കാരണം ഈ മാർഗത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അങ്ങനെയാണ്, സാമ്പത്തികങ്ങൾ കിട്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അഹങ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനാണ്. കാരണം എൻ്റെ അഹങ്കാരം അത്രത്തോളം ഉണ്ട്. കാരണം എന്നാൽ എന്താ പറയാ, പക്ഷെ നാട്ടിലെല്ലാവർക്കും ഞാനൊരു പ്രിയപ്പെട്ടവനുമായിരുന്നു. കാരണം എന്റെ പ്രതിസന്ധി സാഹചര്യത്തിലൊക്കെ അവരെന്റെ കൂടെ നിൽക്കണമെങ്കിൽ തന്നെ
നാട്ടിൽ ഒരു പ്രിയപ്പെട്ടവൻ തന്നെ ആയിരുന്നു. പിന്നെ ആ നാട്ടിലെ ഒരു രാഷ്ട്രീയ ആ, ത്തിലൂടെ കടന്നു വന്ന ഒരു പ്രസ്ഥാനത്തിൽ കൂടെയൊക്കെ കടന്ന് മുമ്പോട്ട് വന്നൊരു മനുഷ്യനാണ്. അപ്പൊ ചെറുപ്പകാലം മുതലേ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ, ക്ഷേത്ര പൂജാ പഠനം കഴിഞ്ഞതിന് ശേഷം ഈ പറയപ്പെടുന്ന ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ ആദ്യമേ നിന്നു. പിന്നെ അതിന് ഉപരിയായി വലിയ വലിയ ക്ഷേത്രങ്ങളിലോട്ട് മാറി. അപ്പൊ ഈ ചെറിയ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ അനേകം സാമ്പത്തികങ്ങളൊക്കെ നമുക്ക് കിട്ടുമാണ്. അത് അങ്ങനെയാണ്. കാരണം ക്ഷേത്ര പുരോഹിതന്മാർക്ക് സാമ്പത്തികങ്ങളൊക്കെ അനേകം കിട്ടും. അത് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇത്ര രൂപ നമുക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന ഭഗവതി സേവ നടത്തണമെങ്കിൽ അതിന് ഇത്ര രൂപ ചിലവാകും. അപ്പൊ അങ്ങനെ ഓരോ പൂജയ്ക്കും ഓരോ സാമ്പത്തികം നമ്മള് ഒരു കണക്കിൽ വെച്ചിട്ട് അവരുടെ നിന്നൊക്കെ മേടിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ സാമ്പത്തികം മേടിച്ച് നമ്മൾ സാധനങ്ങള് പൂജാ സാമഗ്രികളൊക്കെ മേടിച്ച് നമ്മൾ പൂജ നടത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് അല്ലാതെ തന്നെ പ്രത്യേകം ദക്ഷിണ എന്നുള്ള രീതിയിൽ അനേകം സാമ്പത്തികം കിട്ടും. പക്ഷെ എന്റെ ജീവിതത്തിൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെട്ടാണ്, പക്ഷെ എന്റെ ജീവിതത്തിൽ ആ സാമ്പത്തികങ്ങളൊക്കെ ഞാൻ എന്താ പറയാ അധീകരിച്ച് കളയുകയായിരുന്നു. കാരണം ഞാൻ അതിൽ നിന്നും ചേർത്ത് പിടിച്ചില്ല. കാരണം അതൊക്കെ എത്ര കിട്ടിയാലും ഇച്ചിരി അഹങ്കാരത്തോടു കൂടിയൊക്കെ നടന്ന് ചെറുപ്പകാലം മുതലേ അങ്ങനെ നടന്നാണ്. എങ്കിൽ മറ്റ് നാട്ടുകാർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു തലവേദനയായ മനുഷ്യനോ അല്ല. എങ്കിൽ പോലും സാമ്പത്തികം എന്ത് ചെയ്യണമെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം ചെറുപ്പം മുതലേ ഇങ്ങനെ കാരണം ജോലി ചെയ്യാതെ കിട്ടുന്ന സാമ്പത്തികമാണ്. കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ, എന്നാൽ ഞാൻ വീട്ടിലും കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാതെ ഇങ്ങനെ സാമ്പത്തികം അവിടെ ഇവിടെയൊക്കെ കൊടുത്ത് നടന്നൊരു മനുഷ്യനാണ്. അപ്പൊ പിന്നെ ഞാൻ ഈ പറയപ്പെടുന്ന തന്ത്രിമാരുടെ കൂടെയും അതുപോലെ തന്നെ സപ്താഹങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രതിഷ്ഠാകർമ്മങ്ങളാണെങ്കിൽ പോലും ഇതിനൊക്കെ വളരെ വലിയ സാമ്പത്തികം കിട്ടുമായിരുന്നു. കാരണം അങ്ങനെ മേടിക്കുന്നവരും അതൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിലെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അന്ന് ഇതൊക്കെ ഞാൻ പലരിടത്തും സാക്ഷ്യമായി ഇങ്ങനെ പറയുമ്പോൾ ചിലരൊക്കെ പറയും അത് നിന്റെ സ്വഭാവം കൊണ്ടാണ്. അപ്പൊ എന്റെ സ്വഭാവം കൊണ്ടാണ് എങ്കിൽ ആ സ്വഭാവത്തെ ഇഷ്ടപ്പെടാത്ത ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ നീ എത്ര പാവിയാണെങ്കിലും എത്ര പാപം ചെയ്തവനാണെങ്കിലും നിന്റെ പാവം എത്ര കടും ചുമപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം. അപ്പൊ ആ ദൈവത്തെ അറിയാത്തതുകൊണ്ടാണത്. അപ്പൊ നീ ചെയ്ത പാപം കൊണ്ടാണെന്ന്. കാരണം എന്നെ ജ്യോതിഷന്മാരൊക്കെ എന്റെ ജന്മനക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് അവരും പറയുന്നത് ഇതാണ്, പാപദോഷമാണ്. അതിൽ ഇന്ന രാശി നിരത്തി വെച്ചിട്ട് അവർ ഉദ്ധരിച്ച് ഒരേ ഇത് വെച്ചിട്ട് അവർ പറയുമായിരുന്നു ഇന്ന ശാപദോഷമാണ്, അല്ലെങ്കിൽ മൃത്യുദോഷമാണ്, അല്ലെങ്കിൽ ആരൂഢത്തിന് വിഷയമുണ്ട്. ഇതൊക്കെ ഓൾറെഡി ഓരോരുത്തർ പറയുമായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഈ പറയപ്പെടുന്ന എല്ലായിടത്തും എല്ലാ കാരണം എന്നെ അറിയാലോ. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഒരു ക്ഷേത്ര പൂജയുമായി നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ക്ഷേത്ര പൂജാരിമാരുണ്ട്, അല്ലെങ്കിൽ എന്നെ അറിയപ്പെടുന്ന ഒത്തിരി ക്ഷേത്ര തന്ത്രിമാരുണ്ട്. പക്ഷെ അതിൽ ചിലരൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ അന്വേഷിച്ച ചിലരൊക്കെ പറയുന്നത് ഇതാണ്. കാരണം അദ്ദേഹത്തിന് സമയം തീർന്നു പോയി, ഇന്ന രാശിയിൽ അല്ലെ തന്റെ ഗ്രഹനില അനുസരിച്ച് ഇത്ര വയസ്സ് വരെ ജീവിക്കുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാ ഒത്തിരി പരിഹാര പൂജകളും ഒക്കെ ആയിട്ട് നടന്നൊരു മനുഷ്യനാണ്. കാരണം ചെറുപ്പം മുതലേ തന്നെ രാഷ്ട്രീയത്തിൽ, കാരണം അച്ഛനൊരു രാഷ്ട്രീയത്തിൽ നിലനിന്നൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഞാനും വളർന്നു വന്നപ്പോഴത്തേക്ക് ആ രാഷ്ട്രീയത്തിൽ തന്നെ, അല്ലെങ്കിൽ അതിനെ വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ആളാണ്. എനിക്ക് ഈ പ്രതിസന്ധി വന്നപ്പോഴും അവരും ചേർന്ന് നിന്നില്ല എന്നുള്ളതല്ല, എല്ലാവരും ചേർന്ന് നിന്നു. ആ നാട് മൊത്തം എനിക്ക് വേണ്ടിയിട്ട് നിന്നു. പക്ഷെ ഞാൻ എന്റെ ചരിത്രം പറയുമ്പോൾ പറയുകയാണ്, ഞാനൊരു രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്നു, ഒരു സംഘടനയുടെ വക്താവായിരുന്നു. പക്ഷെ നാട്ടിലൊക്കെ തന്നെ അത് എന്താ പറയാ ഒരു ആവറേജ് രീതിയിലൊക്കെ പോയൊരു മനുഷ്യനാണ്. അപ്പോ ഈ പറയപ്പെടുന്ന പോലെ സാമ്പത്തികങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയിട്ടും അതൊന്നും നമ്മളെ കയ്യില് എന്താ പറയാ വെച്ച് സൂക്ഷിക്കാതെ അടിച്ചു പൊളിച്ച് നടന്നു ജീവിതം
എത്രത്തോളം സാമ്പത്തികം കിട്ടുമ്പോൾ എത്രത്തോളം അഹങ്കാരിയായിട്ട് ജീവിക്കായിരുന്നു. അങ്ങനെ ഒരു അഹങ്കാരിയായിട്ട് ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ എന്റെ സഹോദരിമാരുടെ വിവാഹം അടുത്ത് വരികയും, അതുപോലെ സാമ്പത്തികമായിട്ട് കരുതലൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം സാമ്പത്തികം ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു, പക്ഷെ ഒരു കരുതലില്ലായിരുന്നു, നാളത്തേക്ക് വേണ്ടി ഒരു വെപ്പ് ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് വീണ്ടും അധികമായി സാമ്പത്തികം കിട്ടുന്ന പല മേഖല. അത് തന്നെയല്ല, നാടുമായിട്ടൊക്കെ ഒന്ന് മാറി നിന്നാൽ കുറച്ചൊക്കെ ക്ലിയർ ആകും, കുറെ എന്താ പറയാ, കുറച്ചൊക്കെ ഒന്ന് വ്യത്യസ്തനാവാം എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അഹമ്മദാബാദിലോട്ട് കേരളത്തിൽ നിന്ന് വിട്ടു. മുംബൈയിലായിരുന്നു. മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലോട്ട് പോയി. അവിടെ ചെന്ന് സാമ്പത്തികങ്ങൾ, അനേകം സാമ്പത്തികമൊക്കെ കിട്ടുമായിരുന്നു. കാരണം അവിടെ നിന്നപ്പോഴാണ് ഞാൻ വീണ്ടും ഒന്ന് ക്ലിയർ ആയി വന്നത്. അപ്പോഴാണ് ഈ അസുഖം എന്നെ പിടിക്കുന്നത്. ലിവർ സിറോസിസ് എന്ന ഒരു രോഗം പിടിപെടാൻ കാരണമായത്. അങ്ങനെ ഞാൻ ആ ലിവർ സിറോസിസ് എന്ന രോഗം അവിടെയുള്ള ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. എങ്കിൽ പോലും അവർക്ക് കൃത്യമായി എന്താണെന്ന് അറിയാൻ പറ്റിയില്ല. പിന്നെ കേരളത്തിലോട്ട് തിരിച്ചു വന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ നാട്ടിലുള്ള അനേകം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് ട്രിവാൻഡ്രത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിച്ചു. അവിടെ ആയിരിക്കുമ്പോഴാണ് അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്, അദ്ദേഹം ലിവർ മാറ്റിവെക്കേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും തൽക്കാലം നിങ്ങൾ കുറച്ച് സാമ്പത്തികം നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം ഒരു ലിവർ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 31 പരം ലക്ഷം രൂപ വേണ്ടി വരും. തൽക്കാലം നിങ്ങൾ ഒരു മാസത്തേക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യൂ. കാരണം മൃതസഞ്ജീവനിയിൽ പേര് രജിസ്റ്റർ ചെയ്തതിന് ശേഷം താങ്കളെ വിളിക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട്. വീണ്ടും അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാസം കഴിഞ്ഞു. വീണ്ടും ഞാൻ എൻ്റെ നാട്ടിൽ പോയി. നാട്ടിലുള്ള അടുത്തുള്ള ക്ഷേത്രങ്ങളും ക്ഷേത്ര പൂജയുമായൊക്കെ മുൻപോട്ട് പോകും. അങ്ങനെ ക്ഷേത്ര പൂജയുമായൊക്കെ മുൻപോട്ട് പോകുമ്പോൾ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എന്താ പറയാ, തന്ത്രിമാരുടെ കൂടെയൊക്കെ നടന്ന് പരിഹാര കർമ്മങ്ങളും പൂജകളുമായി വീണ്ടും മുമ്പോട്ട് പോയി. ഈ സാഹചര്യത്തിൽ എൻ്റെ വീട്ടുകാരും എന്നെ അറിയപ്പെടുന്ന എൻ്റെ സൗഹൃദങ്ങളൊക്കെ തന്നെ എൻ്റെ ഈ രോഗം ഇച്ചിരി മോശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളൊക്കെ തന്നെ പല പല ക്ഷേത്രങ്ങളിലും വീണ്ടും പല പല ജ്യോതിഷന്മാരെ കാണുകയുണ്ടായി. അവര് സ്വാഭാവികമായിട്ട് ഹൈന്ദവ ആചാരം അനുസരിച്ച്, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പല ക്ഷേത്രങ്ങളിലും പോയി എനിക്ക് വേണ്ടി പരിഹാര പൂജകളൊക്കെ ചെയ്യും, പരിഹാരാദി കർമ്മങ്ങൾ ചെയ്യും. ഓരോ ജ്യോതിഷന്മാർ പറയുന്നതനുസരിച്ച് പല പല കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോയി. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും അന്നദാനങ്ങൾ ഇതൊക്കെ നടത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, 40 വയസ്സ് പോലും എത്താത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ലിവർ സിറോസിസ് എന്ന രോഗം വരുന്നു, ലിവർ മാറ്റിവെക്കണം, അതിന് ഇത്രയും സാമ്പത്തികം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തികവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന സാഹചര്യത്തിൽ വളരെ അധികം, കാരണം ഹോസ്പിറ്റലൊക്കെ ഇഷ്ടം പോലെ സാമ്പത്തികം ഇതിനു മുമ്പ് തന്നെ ചെലവായി. പക്ഷെ വീണ്ടും ഈ ഒരു ലിവർ മാറ്റ ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ തന്നെ അധികം സാമ്പത്തികം വേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പൂജയുമായി മുൻപോട്ട് പോകുമ്പോൾ അനവധി തന്ത്രിമാരുടെ കൂടെയും അല്ലെങ്കിൽ അനവധി ക്ഷേത്ര പൂജാരിമാരുടെ കൂടെയൊക്കെ ചേർന്ന് നിന്ന് അധികം ജോലികളൊക്കെ ചെയ്തു പോകുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, കാരണം കുഞ്ഞുനാള് മുതലേ തന്നെ ഈ ക്ഷേത്രവും ആരാധനയും ഒക്കെ ആയിട്ട് വന്നല്ല. അപ്പൊ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നത്തിന് പരിഹാരം നടത്തിയ ഒരു മനുഷ്യനാണ്. അപ്പോ അങ്ങനെ എന്റെ സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്തുകൊണ്ട് എന്നെ ദൈവം കൈവിടുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പലപ്പോഴും എന്താ പറയുന്ന ആ പാദപീഠത്തിൽ പിടിഞ്ഞ് ഇഷ്ടം പോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കരച്ചിലും ഒന്നും കേട്ടിട്ടൊരു മറുപടി നമുക്കില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന് ഒരു വ്യതിയാനം വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞപ്പെടുന്ന പോലെ ബന്ധുക്കൾ, ബന്ധുമിത്രാദികളൊക്കെ തന്നെ അനേകം ജ്യോതിഷന്മാരെ കാണും. പക്ഷെ കാണുന്നവരൊക്കെ തന്നെ പറയുകയാണ് ഇദ്ദേഹത്തിന് ശാപദോഷമാണ്, ഇദ്ദേഹത്തിന് വൃത്തിദോഷമാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രഹനില വെച്ച് ഇദ്ദേഹം ഇത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കൂ. അപ്പൊ ഇന്നൊക്കെ പറയുമ്പോൾ, കാരണം അന്ന് ഈ സർവ പാപങ്ങൾക്ക് വേണ്ടിയും, കാരണം
ഈ പാപത്തിന് ഒരു പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് അന്ന് അറിയത്തില്ല. കാരണം ഇപ്പോഴായിരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരിക്കൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നുള്ളത് ഇപ്പോഴായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും നമുക്ക് പൂജ ആദികളിലൂടെ, പരിഹാരാദി കർമ്മങ്ങളിലൂടെ നമ്മുടെ പാപത്തിനൊക്കെ മുക്തി വരുമെന്നുള്ള രീതി അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ തന്നെ ഞാൻ ആയിരിക്കുമ്പോൾ ഒരു മതത്തെ അവഹേളിക്കാനോ അല്ലെ മതത്തെ കുറ്റം പറയാനല്ല, പക്ഷെ എന്റെ ജീവിതത്തിൽ വന്ന സാഹചര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം കാരണം അതിന്റെ കൂടെ നിന്നൊരു മനുഷ്യനാണ്, മറ്റുള്ളവരെ കൂട്ടല്ല. ഈ ശ്രീകോവിലിന്റെ അകത്ത് പൂജ ചെയ്തൊരു മനുഷ്യനാണ്. അപ്പൊ ആ എന്റെ സാഹചര്യത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഈ പറയപ്പെടുന്ന ദൈവങ്ങൾ ആരും എന്റെ കൂടെ ഇല്ലായിരുന്നു. കാരണം അന്ന് എന്റെ സാഹചര്യം വളരെ മുൻപോട്ട് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ പല ഈ മരണത്തെ ജയിക്കുവാൻ വേണ്ടി മൃത്യുഞ്ജയ ഹോമങ്ങൾ നടന്നു. അത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പല പല ക്ഷേത്രങ്ങളിലും മൃത്യുഞ്ജയ ഹോമങ്ങളൊക്കെ നടത്തി. ആ എന്താ പറയാ, അങ്ങനെ 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 എന്റെ സൗഹൃദങ്ങൾ പോലും എനിക്ക് വേണ്ടിയിട്ട് മൃത്യുഞ്ജയ ഹോമം, കാരണം എന്റെ സൗഹൃദങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായ ക്ഷേത്രങ്ങളിൽ അവരും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയപ്പോഴാണ് ഈ കൊറോണ കാലഘട്ടമാണ്. ആ സാഹചര്യത്തിലാണ് എൻ്റെ ഈ ലിവറിലേക്കുള്ള വെയിൻ വീണ്ടും പൊട്ടാനിടയായി. അപ്പൊ ഈ പൊട്ടാനിടയായ സാഹചര്യത്തിൽ ബ്ലഡ് അമിതമായി വൊമിറ്റ് ചെയ്ത്, കാരണം ആദ്യമായിട്ടാണ് ലിവർ പൊട്ടി ഈ ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവിടുന്ന് അന്നേരത്തെ സാഹചര്യം, കാരണം കൊറോണ കാലഘട്ടമാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഒക്കെ വരാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ സൗഹൃദങ്ങളൊക്കെ കൂടെ ചേർന്നുകൊണ്ട് എന്നെ ഒരു ആംബുലൻസിൽ ആക്കി നേരെ ഈ ട്രിവാൻഡ്രത്തോട്ട് വിട്ടു. പക്ഷെ ട്രിവാൻഡ്രത്ത് ഈ പഴയ നേരത്തെ അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും വന്നപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞു, നേരത്തെ ആയിരുന്നു എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഇപ്പോ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയക്ക് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല, അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ആ സാഹചര്യം വരെ, കാരണം മൃതസഞ്ജീവനിയിൽ എന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആപ്റ്റാകുന്ന ലിവർ വരുമ്പോഴത്തേക്കാണ് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. പക്ഷെ അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ഈ ലിവറിലേക്കുള്ള വെയിൻ പൊട്ടി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലായി. അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ എന്താ പറയാ, ആ ഡോക്ടർമാർക്ക് പോലും വലിയ ബുദ്ധിമുട്ടായി. കാരണം വെന്റിലേറ്ററിലാക്കം. ഈ സമയത്ത് തന്നെ ഈ 31 ലക്ഷം രൂപ സംഘടിപ്പിച്ച എന്റെ ജീവനെ തിരിച്ചു തരാൻ പറ്റും എന്നുള്ളത് എന്റെ നാട്ടുകാരെ ഇപ്പോഴും എന്റെ നാട്ടുകാരെ പറഞ്ഞാൽ എനിക്ക് മതി വരില്ല. കാരണം എന്ന് വെച്ചാൽ ഞാന് ഈ പൂജാ ഫീൽഡിലായിരുന്നു എങ്കിൽ പോലും ഒരു എന്താ പറയാ, നാട്ടില് ഒരു അത്രയ്ക്കൊരു നല്ല നല്ല മനുഷ്യനൊന്നുമല്ല എങ്കിൽ പോലും ആ നാട്ടുകാർ മൊത്തവുമായി എനിക്ക് വേണ്ടിയിട്ട് നിന്നെന്നുള്ള. കാരണം എന്റെ സാഹചര്യത്തിൽ വന്നപ്പോ നാട്ടിലുള്ള ജാതി ഭേദമന്യേ, അല്ലെങ്കിൽ എന്താ പറയാ, രാഷ്ട്രീയ ഭേദമന്യേ, രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാതെ എന്നെ സ്നേഹിച്ച ഒരു കൂട്ടം നാട്ടുകാരുണ്ട്, എന്റെ നാട്ടുകാർ. അല്ലാതെ തന്നെ എന്റെ സൗഹൃദങ്ങളൊക്കെ തന്നെ എനിക്ക് വേണ്ടി അവിടെ സാമ്പത്തികം കളക്ട് ചെയ്തു. പക്ഷെ അത് അത്രയും സാമ്പത്തികമൊക്കെ കളക്ട് ചെയ്തു. ഞാൻ ആറാട്ടുപുഴ പഞ്ചായത്ത് ആണ് ഞങ്ങളുടെ ഏരിയ, ആറാട്ടുപുഴ. ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ എനിക്ക് കുറച്ച് തുക ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ എനിക്ക് സംഘടിപ്പിച്ചത്. കാരണം ഒത്തിരി രോഗികൾ അവിടെ ഉണ്ട്, ഒത്തിരി എന്നേക്കാൾ വിഷയമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷെ അന്ന് എന്തോ സംഭവിച്ചു, കാരണം എനിക്ക് വേണ്ടിയിട്ട് അത്രയും സാമ്പത്തികങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, കാരണം അദ്ദേഹത്തിനെ എങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരണം എന്നുള്ള സാഹചര്യത്തിലാണ്. പക്ഷെ ഈ സാമ്പത്തികമെല്ലാം കളക്ട് ചെയ്തു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വെന്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തു വന്നാൽ രക്ഷപ്പെടും. അപ്പൊ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ ഈ സാമ്പത്തികം കൊണ്ടും പ്രയോജനമുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ പലവരുടെ എന്റെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ, അപ്പൊ അവരുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ ആളുടെ നില വളരെ മോശമാണ്. അപ്പൊ ഈ മോശമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ മരണപ്പെടും ആ സാഹചര്യത്തിൽ. അപ്പൊ അത് ഈ മരണപ്പെടുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ പോലും നാട്ടിൽ നിന്ന് ഒരുപറ്റം ആൾക്കാർ വണ്ടി, പ്രത്യേകിച്ച് വണ്ടി വിളിച്ച് ഒരുപറ്റം ആൾക്കാർ എൻ്റെ നാട്ടിൽ നിന്ന് വീണ്ടും ഈ പറയപ്പെടുന്ന ഹോസ്പിറ്റലിലോട്ട്.
അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു നോക്കെങ്കിലും കാണണം എന്നുള്ള, കാരണം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ആള് കിട്ടത്തില്ല എന്ന് പറയുന്ന സാഹചര്യം. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന ആ, എന്റെ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ എന്നെ ഒരു വട്ടമെങ്കിലും ഒന്ന് കണ്ടാ മതി, അല്ലെങ്കിൽ അവനെ ഒന്ന് ജീവനോടെ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ പലരും ഈ കായംകുളത്ത് നേരെ ട്രിവാൻഡ്രത്തോട്ട് വരാനുണ്ട്. കാരണം എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, കാരണം അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. കാരണം അദ്ദേഹം വെളിയിലോട്ട് വന്ന് ഏതായാലും ജീവിക്കാൻ ചാൻസ് ഇല്ല, ഡോക്ടർമാർ പറഞ്ഞ കേസാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഭാര്യ അവിടെ ഇതൊരല്പം, കാരണം ഡയറക്റ്റ് ആയിട്ട് ഡോക്ടർമാർ പറഞ്ഞില്ലെങ്കിൽ പോലും ആരുടെയെങ്കിലും നിന്നും ഒരല്പം വായിൽ നിന്ന് കിട്ടുന്ന പോലെ അവള് ഈ കാര്യമാണ് അവള് ഈ കാര്യം അറിഞ്ഞു. കാരണം ഞങ്ങൾ വിവാഹം കഴിഞ്ഞു, കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടില്ല. കാരണം ഞങ്ങൾ തന്നെ രണ്ടുപേരൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുട്ടികൾ ഞങ്ങൾ രണ്ടുപേരുമാണ്. അപ്പൊ അങ്ങനെ അത്രത്തോടെ സ്നേഹത്തോടെ നിൽക്കുമ്പോൾ ഇങ്ങനൊരു സാഹചര്യം കേൾക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു എന്റെ ഭാര്യയുടെ ദുഃഖം എനിക്കിപ്പോ മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ, കാരണം വേറെ ആരുമില്ല, അവൾക്കൊരു തുണയായിട്ട് വേറെ ആരുമില്ല. ഇപ്പൊ ഞാൻ പോകാൻ നിൽക്കുന്നു, കാരണം മരിക്കുമെന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവള് ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിത്തെറിച്ചു പോയി അവിടെ. അവളങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ ആ വരാന്തയിലൂടെ ഇങ്ങനെ അലമുറയിട്ട് കരയുകയാണ്. കരയുമ്പോഴത്തേക്ക് അവിടെ ഈ പറയപ്പെടുന്ന ചർച്ചിൽ പോകുന്ന ഇവരുടെ, അതായത് എന്റെ വൈഫിന്റെ ഒരു ബന്ധുവായ ഒരു അമ്മ വന്നിട്ട് ഒരു ട്രാക്ട് നമ്പർ കൊടുത്തിട്ട് പറഞ്ഞ, നിങ്ങളുടെ എല്ലാ പരിഹാര പൂജകളും മറ്റുള്ളതൊക്കെ കഴിഞ്ഞെങ്കിൽ, കാരണം നിങ്ങൾ ഇന്നത് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ഇതെല്ലാം തീർന്നെങ്കിൽ മാത്രം നിങ്ങൾ ഏതായാലും അവസാന നിമിഷമല്ലേ, ഡോക്ടർമാരും കൈവിട്ട് നിൽക്കുന്ന സാഹചര്യം, നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് വിളിക്കാൻ തയ്യാറാണ്. പക്ഷെ എന്റെ വൈഫ് ആദ്യമേ ഒന്ന് എതിർത്തു. കാരണം എന്ന് വെച്ചാൽ അകത്ത് കിടക്കുന്നത് ഹൈന്ദവ ക്ഷേത്ര പുരോഹിതനാണ്. അപ്പൊ ആ പൂജാരിയുടെ ഭാര്യ ഒരു പാസ്റ്ററെ വിളിക്കണം, അല്ലെ ഈ നമ്പറിലോട്ട് വിളിക്കണം എന്ന് പറയുമ്പോൾ ആള് പറഞ്ഞു, അയ്യോ അത് ശരിയാകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയല്ല, എന്നെ കാണാനും അല്ലെങ്കിൽ അവിടെയൊക്കെ നിൽക്കാൻ വരുന്നതെല്ലാം ഈ പൂജാരിമാരുണ്ട്, അല്ലെങ്കിൽ തന്നെ ഹൈന്ദവരും മാത്രമായിട്ടായിരിക്കുമല്ലോ നമ്മുടെ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അവരുടെയൊക്കെ മുമ്പിൽ നിന്ന് പക്ഷേ അവക്ക് എന്തോ തോന്നി, ആ നമ്പർ മേടിച്ചിട്ട് ജസ്റ്റ് ദേവദാസിനെ വിളിച്ചു. ഇന്നാണ് ദേവദാസൻ എന്ന് പറയുന്നത്, അന്ന് എനിക്കറിയില്ല. അപ്പൊ അന്ന് ഈ പറയപ്പെടുന്ന ദേവദാസിനെ എന്റെ വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് വെന്റിലേറ്ററിലാണ്. ഇതേപോലെ സാഹചര്യം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ അവര് പറഞ്ഞു, ആ ദേവദാസൻ പറഞ്ഞു, പേടിക്കണ്ട മോളെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കാം, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വെന്റിലേറ്ററിൽ കിടക്കുന്ന നിന്റെ ഭർത്താവ് ആ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ നീ വിശ്വസിച്ച് ആയിരിക്കുന്ന സ്ഥലത്ത് എവിടാണോ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായ ദൈവം അത്ഭുതം ചെയ്യും. ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, പക്ഷെ മോളും പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഇവള് ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഇവക്ക് മനസ്സിലെന്തോ ഒന്ന് തീരുമാനമെടുത്തിട്ട് ഇവൾ ആ ഇരുന്ന സ്ഥലത്ത് ആ മുട്ടുമടക്കി അവിടെ നിന്ന് സ്വന്തം ഭർത്താവിന് വേണ്ടി അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ഇവിടെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴും 2 ദിവസം കഴിഞ്ഞപ്പോഴും ഒക്കെ വീണ്ടും വീണ്ടും എന്റെ ലിവറിലോട്ടുള്ള വെയിൻ വീണ്ടും വീണ്ടും പൊട്ടിപ്പോയി. അപ്പൊ വീണ്ടും പ്രശ്നമായി. അതിന്റെ ഇടയിൽ ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയിലും എനിക്ക് കൊറോണ കൂടെ പിടിച്ചു. നമുക്കറിയാം ആന്തരിക അവയവങ്ങളിൽ ഈ കൊറോണ കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, അത്രയും തീർന്നു. അപ്പൊ എന്റെ നാട്ടിലൊക്കെ എന്താ പറയാ, വീടൊക്കെ വൃത്തിയാക്കി എല്ലാരും നമ്മൾ മരിച്ചു മരവിച്ച ബോഡി ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് അവിടെ. പക്ഷേ ആ സ്ഥാനത്ത് വീണ്ടും അവള് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ അവൾ തയ്യാറായപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇന്നേ വരെ പ്രാർത്ഥിച്ച ഒരു ദൈവത്തെ അല്ല പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അവക്കൊരു തിരിച്ചറിവ്, ഒരു കണക്ഷൻ അങ്ങനെ ഉണ്ടായി. അപ്പൊ അവൾ ആ മുട്ടുമടക്കി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ അസഹിഷ്ണുതയോടെ പലരും നോക്കി നിന്നു. കാരണം ഇങ്ങനൊരു പ്രാർത്ഥന നമ്മൾ കണ്ടിട്ടില്ല. ഭർത്താവ് തീരാൻ നിൽക്കുന്നു, ഇനി ഇവർക്ക് വട്ടായതാണോ, സ്വാഭാവികമായി ചിന്തിക്കും, ഇവള് വട്ടാണോ ഈ കാണിക്കുന്നത്, എന്ത് പറ്റിയതാണ്, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ. പക്ഷെ വെന്റിലേറ്ററിന്റെ ഇവള് പ്രാർത്ഥിച്ചതിന്റെ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും പൊട്ടുകയാണ്. എന്റെ ജീവിതത്തിൽ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ വിപരീത ഫലമാണ് അപ്പോഴും വന്നേ. പക്ഷേ അപ്പോഴും മടുത്തു പോകാതെ അവൾ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അതിന്റെ സത്യം. അപ്പൊ ആ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്റെ വെന്റിലേറ്ററിൽ ഞാൻ തീർന്നു എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ ഞാൻ
ഒരു ദർശനം, ഒരു വെട്ടം എന്നിലേക്ക് അടുക്കുന്നതായി ഞാൻ കണ്ടു. അതിൽ ആ ദർശനത്തിലൂടെ എന്നെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം, കാരണം അവൾ വിശ്വസിച്ചുകൊണ്ട് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി ഈ പറയപ്പെടുന്ന ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിലേക്ക് ഇറങ്ങി. അത് പറയുമ്പോൾ എനിക്ക് ഇന്നും അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ഞാൻ ഇത് പറയുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അന്നേരം കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം, കൊറോണ കൂടെ വന്നു. ഡോക്ടർമാര് പോയി എന്ന് പറഞ്ഞ് ഇട്ടെടുത്താണ് ഈ കൊറോണ കൂടെ വരുന്നത്. അതും കഴിഞ്ഞ് അവിടുന്ന് ദൈവം എന്നെ അത്ഭുതകരമായി പുറത്തെടുത്ത് ഞാൻ അവിടെ നിന്ന് നേരെ റൂമിലോട്ട് വരുന്നു. റൂമിൽ നിന്ന് നേരെ എൻ്റെ സഹോദരിയുടെ വീടായ വട്ടപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അതായത് ട്രിവാൻഡ്രം ജില്ലയിൽ വട്ടപ്പാറയിൽ, അവിടെ ഞാൻ താമസിക്കുമ്പോൾ 2-3 ദിവസം കഴിയും ഒന്ന് റിക്കവറായി വരാം. കാരണം ഇവിടുന്ന് നാട്ടിലോട്ട് പോകാൻ അത്രയും യാത്രയുള്ളത് കൊണ്ട് അടുത്ത വീടായ എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ്. പക്ഷേ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ പറയപ്പെടുന്ന, എന്താ പറയാ, ഒരു ഈ കണ്ട ദർശനത്തെ വീണ്ടും റിപ്പീറ്റായി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. പക്ഷെ അതൊരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ആ ദർശനത്തെ വീണ്ടും കാണിക്കാനുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുമ്പ് തന്നെ ഈ ദൈവദാസൻ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് ദൈവദാസന്റെ അടുത്ത് പറഞ്ഞു, ദൈവദാസനെ, എൻ്റെ ഭർത്താവ് അത്ഭുതകരമായി പുറത്തു വരും. പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിശ്വസിക്കത്തില്ല. എനിക്കും പ്രശ്നമാണ്, പുള്ളി ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പുറത്തു വന്നു, എൻ്റെ ജീവിതം മാറിയാലും പുള്ളി ജീവനോടെ ഇരിക്കുമല്ലോ, എനിക്ക് അത് മതി. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കും, എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യം പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അഭിഷേകമുള്ള ദൈവദാസൻ പറഞ്ഞു, അവൻ ജീവനോടെ ദൈവമാണ് പുറത്തു കൊണ്ടുവരുന്നു എങ്കിൽ അവൻ എല്ലാം അറിഞ്ഞിട്ടേ വരൂ എന്ന് പറയുവാനാണ്. അങ്ങനെ ഈ എല്ലാം അറിഞ്ഞിട്ടേ വരൂ എന്ന് പറയുവാൻ ഇടയായത് അങ്ങനെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ പറയപ്പെടുന്ന ഈ എന്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സഭ എന്റെ ദർശനത്തിൽ കാണിച്ചതാണ്, ഈ ദൈവദാസനെയും എന്റെ ദർശനത്തിൽ കാണിച്ചതാണ്. അങ്ങനെ ഞാനൊരു സൂം മീറ്റിംഗ്, ഇദ്ദേഹത്തിന്റെ സംസാരം അപ്പുറത്തെ റൂമിൽ, കാരണം എൻ്റെ അടുത്ത് വെക്കാൻ പറ്റൂലല്ലോ, അപ്പൊ അപ്പുറത്തെ റൂമിൽ ഇരുന്നൊരു മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സൗണ്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്തോ ഞാൻ പറഞ്ഞു അതെനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു സൂം മീറ്റിംഗ് നടത്തിക്കൊണ്ട്, കൊറോണ കാലഘട്ടമാകുമ്പോൾ ഓൾറെഡി പാസ്റ്റർമാരെല്ലാം സൂം മീറ്റിങ്ങിലൂടെയാണ് ഇടപെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ സഭ എനിക്കൊന്ന് കാണണം. ഈ ദൈവദാസനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, അവള് എൻ്റെ ഭാര്യ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഈ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞത് ഒരു ഓർമ്മയുണ്ട്, എനിക്ക് അറിയപ്പെടാത്ത ദൈവദാസൻ എനിക്ക് ഇവരുടെ സഭയെന്ന് കാണണം. കാരണം ആ സഭ വരെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ വൈഫും എൻ്റെ സഹോദരിയുടെ അവിടുത്തെ ഒരു ഡ്രൈവർ പയ്യനുണ്ട്, അവരുമായിട്ട് നേരെ ഈ ചർച്ചിലോട്ട് വരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായി വരുന്നൊരു ചർച്ചിൽ, ഞാൻ ഈ പറയപ്പെടുന്ന സമയത്തും വേറൊരു ചർച്ചിൽ ഞാൻ കയറി അകത്തോട്ടൊന്നും പോയി, എനിക്കറിയില്ല ഈ എന്താ പറയുക, സത്യത്തിലോ ആത്മാവിലോ ആരാധിക്കുന്ന ഒരു ചർച്ചിൽ ഞാൻ പോയിട്ടില്ല. കാരണം എൻ്റെ ഏരിയയിൽ ചർച്ചുകളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചർച്ചിലോട്ട് പോകുമ്പോ ആ വഴിത്താര പോലും എനിക്ക് പരിചയമുള്ളത്. അപ്പൊ അതിന്റെ അകത്ത് കയറി ആ കസേരയുടെ കളർ പോലും എനിക്കറിയാവുന്നത്, യേശു ജീവിക്കുന്ന ഒരു ബോർഡ്, അത് ഞാൻ കണ്ടത്. അവിടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മുഖങ്ങള്, അത്രയും പേര് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയുന്നു എന്നുള്ളത് 2-3 മുഖങ്ങള് എനിക്ക് അന്ന് കാണിച്ചു തന്ന മുഖങ്ങള്. അതുപോലെ തന്നെ ദൈവദാസൻ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ദൈവദാസന്റെ അടുത്ത് ഞാൻ പിന്നെ ചോദിക്കും, കാരണം എന്താ വെച്ചാൽ ഇത് മാനുഷികമായ ഒരു ഇടപെടലല്ല എന്നെനിക്ക് കൃത്യമായി മനസ്സിലായി. കാരണം മാനുഷികമായിട്ടുള്ള ഒരു ഇടപെടലല്ല, ഇത് ദൈവികമായിട്ടുള്ള ഇടപെടലാണ്. ഞാൻ ആ ദൈവദാസന്റെ അടുത്ത് മുമ്പിൽ ചെന്ന് ഞാൻ ചോദിച്ചു, ഈ മാർഗത്തിലോട്ട് ഞാൻ എങ്ങനെ വരണം, എന്താണ് ഈ, കാരണം എന്താ വെച്ചാൽ എൻ്റെ നാടായ ആ സ്ഥലത്ത് ഈ എന്താ പറയാ, ചർച്ചുകളില്ല, ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഏരിയയിൽ, ഞാൻ താമസിക്കുന്ന ഏരിയയിലെ കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ മാർഗത്തിലോട്ട് പോകണം, അത് ഒരു വല്ലാത്തൊരു ആകർഷണമായി പോയി. അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു പിടുത്തം എന്നിൽ അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവദാസനെ,
ഈ മാർഗത്തിലോട്ട് എങ്ങനെയാ ഞാൻ വരണ്ടേ? അപ്പൊ ദേവദാസൻ പറയും, ഇതിനൊക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് വരുന്ന പോലെ. ഞാൻ പറഞ്ഞു, ഞാൻ പലതും കണ്ടതാണ്, അതൊക്കെ ആയിക്കോട്ടെ, അതിനൊക്കെ ചില വഴികളുണ്ട്, പതുക്കെ നമുക്കാവാം. പക്ഷേ ഞാൻ നിർബന്ധിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഞാൻ ഈ പറയുന്ന ചർച്ച് നെയ്യാറ്റിൻകരയുള്ളതാണ്. തൊഴുക്കൽ ചർച്ച് ഓഫ് എൽ ഏലിയോൺ എന്നാണ് ആ സഭയുടെ പേര്. പാസ്റ്ററിന്റെ പേര് പാസ്റ്റർ സാബുലാൽ എന്നാണ്. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത്, ഇതിന് പെട്ടെന്നൊരാൾ വന്ന് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ വരാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന ആ സ്നാനത്തിന്റെ കാര്യമൊക്കെ, അതിന് ക്ലാസ് ഉണ്ട്, അതൊക്കെ പഠിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് തരാം. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ ദിവസവും വന്നു പോകാനെന്ന് പറയും. കാരണം വട്ടപ്പാറയിൽ നിന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് ദൂരമുണ്ട്. എങ്കിൽ പോലും ഞാൻ ഈ സഭയിലോട്ട് പോവും. ഞായറാഴ്ച ഞായറാഴ്ച ഇങ്ങനെ പോയി അവിടെ നിന്ന് ഒരു വീട് ഈ ചർച്ചിന്റെ അടുത്ത് തന്നെ വാടകയ്ക്ക് എടുത്ത് താമസിക്കും. നമുക്ക് എന്റെ മുമ്പത്തെ സാഹചര്യമായിരുന്ന സാമ്പത്തികം ഉണ്ടായിരുന്നു. കാരണം എനിക്കിപ്പോ സാമ്പത്തികവും കാരണം അതിനെയൊക്കെ സാമ്പത്തികം ഉണ്ടാകുന്ന ലക്ഷ്യം ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു രീതി കളഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ എന്നെ അത്രത്തോളം ഞാൻ തകർന്ന സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ കരം പിടിച്ച് എന്റെ ജീവനെ തിരിച്ചു തന്നു. വീണ്ടും എനിക്ക് പഴയ മാർഗത്തിലോട്ട് പോകണം, അല്ല ഇനി പോയാലും എനിക്ക് സാമ്പത്തികം കിട്ടും, എന്റെ രോഗം മാറി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എനിക്കിപ്പോ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് വേണേൽ പോവാം. പക്ഷെ സാമ്പത്തികം ഉണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞ സത്യം, അല്ലെ എനിക്ക് ജീവൻ തന്ന ദൈവം. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ അല്ല, എനിക്ക് ഈ ചർച്ചുമായി ബന്ധപ്പെട്ട്, അല്ലെ അടുത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചു. കാരണം ഈ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇന്ന് 2.5-3 വർഷമാകാൻ പോകും. 3 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ ഈ ആത്മീയതയിലിട്ട് വരുന്നത്. അപ്പോ ദൈവം എന്നെ അവിടുന്ന് ഇവിടം വരെ അങ്ങ് കരുതുകയാണ്. കാരണം സാമ്പത്തികമില്ലാത്ത എന്നെ ഈ വീട്ടില് വാടക കൊടുത്തു. അതുപോലെ തന്നെ ഇപ്പോഴും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഞാൻ അതിലോട്ട് വരാം. അങ്ങനെയാണ് ആ ചർച്ചിൽ നിന്ന് ഞാൻ ആ ദേവദാസന്റെ ആ ചർച്ചിലോട്ട് കടന്നു വരികയും അങ്ങോട്ട് മുമ്പോട്ട് കുറച്ചു നാൾ പോകുമ്പോഴത്തേക്കാണ് ദേവദാസൻ പറഞ്ഞു, ഇനി സ്നാനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞെന്നെ മനസ്സിലാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ സ്നാനത്തെ പറ്റി മനസ്സിലാക്കി, അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ് എടുത്തു തന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ, കാരണം എനിക്ക് മുൻപ് ബാക്കിലോട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവമായി എന്നെ കൊണ്ടുവന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് സ്നാനം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് നേരത്തെ പരിചയമുള്ളത് പോലെയാണ് ഞാനത് ഉൾക്കൊണ്ടത്. കാരണം ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ പറയപ്പെടുന്ന സാബുലാൽ എന്ന ദൈവദാസന്റെ കരക്കീഴിൽ സ്നാനപ്പെട്ട് ദൈവത്തോട് ചേർന്ന്, അല്ലെങ്കിൽ ആ സഭയോട് ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ മുൻപോട്ട് പോകുന്നു. അതിനുള്ളിൽ പരിശുദ്ധാത്മാവ് അഭിഷേകം ഒക്കെ പ്രാപിച്ച് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു. കാരണം എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു എന്ന് ഉള്ളത് പോലും, രോഗം ഉണ്ടായിരുന്നതാണ് എന്ന് പോലും ഞാൻ മറന്നുപോയി. കാരണം നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടൂടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെടുന്ന ഒരു സഭ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഒരു ദൈവദാസനുണ്ട്, അല്ലെങ്കിൽ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സഭയിലെ ദൈവദാസൻ പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സഭയിലെ ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ എന്തൊക്കെ നടക്കും എന്ന് പറയാൻ ഒരു ആർജവം കാട്ടി ആ അമ്മ ഒരു ട്രാക്ട് കൊണ്ട് കൊടുത്തിട്ട് ഇന്ന ദൈവദാസനെ ഒന്ന് വിളിക്കാൻ പറയും. അങ്ങനെ ആരൊക്കെ പറയുന്നുണ്ട് എന്ന് മനസ്സിലൊന്ന് തോന്നണം. കാരണം അങ്ങനെ ഒരു ദൈവദാസൻ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭയുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോട് ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ ആയി കഴിഞ്ഞു കുറച്ച് ദിവസം വീണ്ടും ഞാൻ ഈ ചർച്ചിലോട്ട് പോകുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. കാരണം ഇതിന്റെ ഇടയ്ക്ക് വീണ്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഈ താങ്കള് എന്താ പറയാ, മൃതസഞ്ജീവനിയിൽ താങ്കളുടെ ഇത് മെജോറിറ്റി കൂടുതലാണ്. അപ്പോൾ ഒരു ലിവർ വരുമ്പോ ഏതായാലും പെട്ടെന്ന് നിങ്ങൾ വരേണ്ടി വരും. അതിനു വേണ്ടിയിട്ടുള്ള ആ സാമ്പത്തികങ്ങളൊക്കെ നിങ്ങൾ കരുതണം, അല്ലെ അതൊക്കെ ആയിട്ടുണ്ടോ? വീണ്ടും എന്റെ മനസ്സിൽ വെപ്രാളം. അപ്പൊ കുറച്ച് സാമ്പത്തികം ആയിട്ടുള്ളൂ, കുറച്ചുകൂടെ ആകണം. അപ്പൊ ഇതൊക്കെ എന്റെ മനസ്സിൽ വെപ്രാളം. ഞാൻ ഒരു പ്രാവശ്യം ദൈവദാസന്റെ അടുത്ത് ചെന്നിട്ട് അതായത് അവിടെ 2ാം ശനിയാഴ്ച രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ദൈവദാസൻ എന്റെ അടുത്ത് പറഞ്ഞു, ദൈവദാസനടുത്ത് ഞാൻ പറയാം, ദൈവദാസനെ എനിക്ക് ഇന്ന പോലാണ്, അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു, ചിലപ്പോൾ എനിക്ക് പോകേണ്ടി വന്നാൽ പോലും. അപ്പോഴും ഞാൻ ഈ ദർശനം കണ്ട് ഞാൻ ഇവിടെ വന്നതാണ്, എങ്കിലും മനുഷ്യനായത് കൊണ്ടുള്ള ആ ഒരു വിഷമമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാണ്. ഇങ്ങനെ
അവര് വിളിച്ചിട്ടുണ്ട്, പോയാൽ എനിക്ക് സാമ്പത്തികം ഇല്ല, ഒന്നുമില്ല അങ്ങനെ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദേവദാസൻ വീണ്ടും പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും, നിനക്ക് വേണ്ടി ദൈവം ഒരു കരൾ തരും. അപ്പൊ ഞാനൊരു ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്, ഞാനിത് സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ഇങ്ങനെ ഫ്രീ ആയിട്ടൊരു കരള് തരുന്ന ഒരു പടത്തിലൊക്കെ ഞാൻ പണ്ട് പടം കാണുമ്പോൾ ആ പടത്തിൽ ഇങ്ങനെ ലിവർ ഇങ്ങനെ എറിയുമ്പോ വന്നിങ്ങനെ വീണു അല്ലെ, അങ്ങനെയൊക്കെ ഞാൻ ദേവദാസിന്റെ അടുത്ത് പറഞ്ഞു. ദേവദാസൻ പറഞ്ഞു, അതൊന്നും അല്ല, നീ വിശ്വസിക്കണം, കാരണം ദൈവം നിന്റെ കാരണം ദൈവം തന്നതാണ് യാന്ത്രിക അവയവങ്ങളൊക്കെ തന്നെ, അതിനെയൊക്കെ മാറ്റാൻ ദൈവത്തിന് കഴിയും, നീ വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പൊ ആ രോഗികൾക്കുള്ള ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ചോദിച്ചു, നിനക്കൊരു പുതിയ കരൾ ദൈവം തരും, നീ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ, ഇതിന്റെ ഇടയ്ക്ക് തന്നെ 2-3 വട്ടം ഞാൻ ആ ഹോസ്പിറ്റലിൽ അവരെന്നെ വിളിച്ചു. ഞാൻ അവിടെ പോകുന്നുണ്ട്, എന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. വീണ്ടും എന്നെ പെട്ടെന്ന് ഈ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, ആ നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും, ഇപ്പൊ കാരണം നിങ്ങളുടെ നേരെ താഴെ 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 പോവുകയാണ്, ഒരു കാര്യം ചെയ്യും, ഇനി 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാ മതി, ലിവർ മാറ്റി വെക്കണ്ടെന്നല്ല, 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാ മതി, അതുവരെ നിങ്ങൾ അപ്പൊ ആ 1 വർഷക്കാലം എനിക്ക് കിട്ടിയപ്പോ ഞാൻ എന്ത് ചെയ്തു, വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാ 14 ജില്ലകളിലും പോയി എന്റെ കർത്താവിനെ അങ്ങ് ഉയർത്തി. എന്റെ ജീവനെ തിരിച്ചു തന്ന ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം ഞാൻ പറഞ്ഞു, വെന്റിലേറ്ററുകൾ തീർന്നു പോകേണ്ട ഒരു മനുഷ്യനെ ജീവനോട് വൈദ്യശാസ്ത്രം കൈവിട്ടപ്പോൾ, ഞാൻ കൊണ്ടു നടന്ന ആരാധനാ മൂർത്തികളെന്ന് ഞാൻ അന്ന് വിശ്വസിച്ചത് എല്ലാം കൈവിട്ടപ്പോൾ എന്റെ ജീവനെ തിരിച്ചു തന്നു, എന്റെ മരണപാശത്തെ അഴിച്ച ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ഈ ജില്ലകളിലൊക്കെ പോയി ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറയാൻ. വീണ്ടും 1 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവര് പറയുന്ന മറുപടി ഇതാണ്, നിങ്ങൾക്ക് തൽക്കാലം കുറച്ച് ദിവസം കൂടെ മുമ്പോട്ട്, അവർ ഒരു കാരണവശാലും എന്റെ ലിവർ മാറ്റി വെക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ എങ്ങനെ നീ നടക്കും, കാരണം എനിക്ക് അവര് പറയുന്നതനുസരിച്ച് 100-ൽ 80% 20% മാത്രമേ ഉള്ളൂ എന്റെ ലിവർ, 20%. പക്ഷെ ഈ 100% പ്രാപ്തിയുള്ളവനെ കൂട്ട് നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആ ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അവര് വീണ്ടും ചേർത്ത് പിടിച്ചിട്ട്, ഇപ്പൊ കുഴപ്പമില്ല, ഇനി കുറച്ച് നാളൂടെ മുമ്പോട്ട് പോട്ടെ, കുറച്ച് നാളൂടെ മുമ്പോട്ട് പോട്ടെ. ഇപ്പൊ 3 വർഷമായി. ഇപ്പൊ അത് 7 ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങിയ മരിച്ചു പോകും എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ 3 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഞാൻ എവിടെ എന്റെ കർത്താവിനെ സാക്ഷ്യം പറയാൻ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയി സാക്ഷ്യം പറയാം. കാരണം എന്റെ മരണവാസങ്ങളെ അഴിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവമാണ്. കാരണം ഞാൻ ആരാധിച്ച് അല്ലെ ഞാൻ കൊണ്ടു നടന്ന ആ ദൈവങ്ങൾ ആരും ഇപ്പൊ ഞാനൊരു മതത്തെ അവഹേളിക്കാനോ ഒരു മതത്തെ താഴ്ത്തിക്കെട്ടാനോ പറയുന്നില്ല. എന്റെ ജീവിതം ഞാൻ കൊണ്ടു നടന്ന, അല്ലെ ഞാൻ പൂജാരിയായി നടന്നപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചേർത്ത് പിടിച്ച, അല്ലെ ഞാൻ ആരാധിച്ചു കൊണ്ടുവരുന്ന ദൈവങ്ങളൊന്നുമില്ലായിരുന്നു. കാരണം ദൈവങ്ങളില്ല എന്ന് പറയുകയാണ് ഞാൻ കണ്ട ദർശനം. എന്റെ അകത്ത് ഒരാളെ പറഞ്ഞു തന്നിട്ട് നീ ഇന്നതാകണം എന്ന് പറഞ്ഞതല്ല, ഞാൻ കണ്ടൊരു ദർശനമുണ്ട്. ആ ദർശനത്തിൽ, കാരണം ഈ പറയപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് എന്നെ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് കരം പിടിച്ച് ഉയർത്തിയതാണ് എന്റെ ദൈവം. ഇപ്പോഴും ഞാൻ ഈ 3 വർഷമായി ഞാൻ എന്റെ നാടിൽ നിന്നും ഈ നെയ്യാറ്റിൻകര എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ ദൈവം നടത്തുന്നുണ്ട്. ഇതേവരെ ഒരു കുഴപ്പവുമില്ലാതെ എന്നെ ദൈവം നടത്തിക്കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ഇതിലോട്ട് ഞാൻ മുമ്പോട്ട് പോയപ്പോ തന്നെ ഇതിലോട്ട് ഇങ്ങനെ മുൻപോട്ട് വരികയാണ്. ഇപ്പൊ 3 വർഷം ആകാൻ പോകുന്നു. അപ്പൊ ഇങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോ തന്നെ എന്റെ നാട്ടില് സൗഹൃദം, എല്ലാരും സ്നേഹിച്ചതാണ്, എല്ലാരും എന്നെ മാറോട് ചേർത്ത് പിടിച്ചവരാണ്. പക്ഷേ ഇങ്ങനെ ഒരു രീതിയിലായപ്പോൾ അവർക്ക് കാരണം അവരാണ് സാമ്പത്തികങ്ങളൊക്കെ തന്നെ, അല്ലെ അവരാണ് നമ്മളെ ചേർത്ത് പിടിച്ച്, അവർക്ക് സ്വാഭാവികമായിട്ട് തോന്നാം, ഒരു മനുഷ്യൻ ആണ്, അവർക്ക് തോന്നാം, എടാ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടു, അവന്റെ കൂടെ ഇത്രയും ചേർന്ന് നിന്നു, ഇപ്പൊ അവനൊരു ദൈവം ആണ് രക്ഷിച്ചത്. അതിൽ 90% പേരും പറയുന്നത്, ആ ഏതായാലും അവന്റെ ജീവിതത്തിൽ ഒരു എന്താ പറയാ, അവന്റെ വിശ്വാസം അവനെ രക്ഷിക്കും, അവന്റെ ഏത് വിശ്വാസമാണ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ആ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ എന്ന് എന്നോട് അടുപ്പമുള്ളവരും. പക്ഷെ ഏതായാലും എല്ലാത്തിലും 2 സൈഡ് ഉണ്ടാകും. ഒരു സൈഡ് പറയും അതൊരു വേറെ കുറ്റമായിട്ടൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊക്കെ എന്നെ വേദനപ്പെടുത്താറുണ്ട്. പക്ഷെ എങ്കിൽ പോലും
ആ വേദനയെ ഒരു സുഖമായിട്ട് ഞാൻ കാണുന്നത്. കാരണം സത്യം ഒരു നാൾ അവരും തിരിച്ചറിയും. അപ്പൊ എന്റെ പ്രതികൂല സാഹചര്യങ്ങൾ ഒരു ക്ഷേത്ര പൂജാരിയുടെ ജീവിതമാണ് ഞാൻ ഇവിടെ ഈ പറയുന്നത്. കാരണം എന്റെ 15-ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ ഈ കേരളത്തിലുള്ള അനേകം ക്ഷേത്രങ്ങളിൽ, എനിക്ക് ഇത്ര ക്ഷേത്രമെന്ന് എണ്ണി പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് അനേകം ക്ഷേത്രങ്ങളിൽ നിന്നവനാണ്. അപ്പൊ ആ അനേകം ക്ഷേത്രങ്ങളിൽ നിന്ന് ഞാൻ പൂജകളും കാര്യങ്ങളും എല്ലാം മുൻപോട്ട് വെച്ച് നടത്തിയൊരു മനുഷ്യനാണ്. അപ്പൊ എന്റെ സാഹചര്യത്തിൽ ഇതാ പറയാൻ സത്യദൈവത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത് എന്റെ ഈ ഒരു 3 വർഷം മുമ്പാണ്. കാരണം മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനം, അല്ലെങ്കിൽ എന്താ പറയാ ജ്യോതിഷന്മാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വിധി എഴുതി, കാരണം ഇദ്ദേഹം തീർന്നു പോകും തീർന്നു പോകും തീർന്നു പോകും എന്ന് പറഞ്ഞ സ്ഥാനത്താണ് എന്നെ ദൈവം കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നത്. കാരണം ആ കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ആ സഭയോട് ചേർന്ന് തന്നെ ഞാൻ അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻപോട്ട് പ്രാർത്ഥനയിലാണെങ്കിലും മറ്റുള്ള ആ സഭയോട് ചേർന്ന് ഞാൻ ആ മുമ്പോട്ട് പോവുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ പല ആൾക്കാരും പലരും എന്നെ വിളിക്കാറുണ്ട്, ഒരു പ്രാർത്ഥന നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പക്ഷെ എന്റെ ഒരു കഴിഞ്ഞൊരു സാക്ഷ്യം ഞാൻ പറഞ്ഞു. അങ്ങനെ ആ സാക്ഷ്യം കേട്ടുകൊണ്ട് പലരും എന്നെ നമ്പറിൽ വിളിക്കാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു മറുപടി, വെന്റിലേറ്ററിൽ എനിക്ക് സൗഖ്യം തന്ന ദൈവം നിങ്ങളെ സൗഖ്യം തരാൻ തയ്യാറാണ്. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. കാരണം എത്ര പ്രതികൂല സാഹചര്യത്തിൽ നിന്നും നിന്നെ കരം പിടിച്ചു കൊണ്ടുവരുന്ന ദൈവമാണ് എന്ന് മറ്റുള്ളവരുടെ അടുത്ത് എത്ര വട്ടം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഒരാടത്തെങ്കിലും പോയി ഒരു സാക്ഷ്യമെന്ന് എന്റെ ജീവിതത്തിൽ ചെയ്തത് ഇന്നതാണ് എന്ന് നമ്മൾ ആരടുത്ത് പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാന് ഈ അറിഞ്ഞ കാലം മുതൽ, എനിക്ക് എന്റെ ദൈവം എന്നെ സ്പർശിച്ച കാലം മുതലേ ഞാന് മറ്റുള്ളവരുടെ അടുത്ത് ദൈവത്തെക്കുറിച്ച്, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറയുന്നുണ്ട്. കാരണം എന്റെ വൈഫ് തന്നെ ആണെങ്കിൽ പോലും ലിവറിലോട്ടുള്ള വെയിൻ പൊട്ടി പോവുകയാണ്. ആ പൊട്ടുന്ന സാഹചര്യത്തിൽ ആ മുട്ടുമടക്കി അവിടെ പ്രാർത്ഥിച്ചപ്പോൾ അസഹിഷ്ണുതയോടെയാണ് പലരും നോക്കി, ഇവക്ക് വട്ടാണ്, ഭ്രാന്താണ് എന്നൊക്കെ പറയുന്ന ആ സാഹചര്യത്തിൽ പോലും അവള് പിന്മാറിയില്ല. കാരണം പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി, പിന്മാറിയില്ല. നമുക്കറിയാം, വിശ്വാസകോളത്തിൽ ഫസ്റ്റ് ദിവസം അത്ഭുതം നടന്നില്ലെങ്കിൽ, സെക്കൻഡ് ദിവസം അത്ഭുതം നടന്നില്ലെങ്കിൽ ഉടനെ അവിടെ നിന്ന് മാറി ദൈവദാസിനെ കുറ്റം പറഞ്ഞു. അതല്ല, നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മൾ ആ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. കാരണം ദൈവം എന്റെ ജീവിതത്തിൽ ഈ 3 വർഷമായിട്ട് ഞാൻ നടന്നു പോകുന്നത് എന്താ, ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർമാർക്കും അവരുടെ രീതിയിൽ നോക്കിയാൽ 20% ഉള്ളൂ. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാല് ഞാൻ ആരാണ്, അവര് അത്ഭുതപ്പെട്ടാണ് നിൽക്കുന്നത്. എന്റെ ചെക്കപ്പ് കഴിയുമ്പോൾ അവർ അത്ഭുതപ്പെട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ഇത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു വൈദ്യശാസ്ത്രത്തിനെ വെല്ലുവിളിക്കാനല്ല, ഒരു മതത്തെ താഴ്ത്തിക്കെട്ടാനല്ല. പക്ഷെ എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ജീവിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഒരു വിശ്വാസി, കാരണം ഞാനൊരു ഹൈന്ദവ ഒരു പുരോഹിതനായിട്ട് നിന്നൊരു മനുഷ്യനാണ്. കാരണം എന്റെ ജീവിതത്തിൽ കർത്താവ്, അല്ലെങ്കിൽ ഇവൻ എത്ര ഹൈന്ദവ ഇവൻ പൈശാചിക മേഖലകളിൽ കിടന്ന ആളല്ലേ, അല്ലെങ്കിൽ ഇവന്റെ അത്ര മോശപ്പെട്ടവനല്ലേ? അവന്റെ അടുത്ത് തിരക്കി ഒരു ആരാധനയുമില്ല, ഒരു ചർച്ചുമില്ലാത്ത, അല്ലെങ്കിൽ ആരാധന എന്തെന്ന് പോലും അറിയാത്ത എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ആ വെന്റിലേറ്ററിൽ ഇറങ്ങി വന്നു. ആ വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് അതൊരു പ്രത്യേക അനുഭൂതിയാണ്. കാരണം ഇപ്പോൾ ഞാൻ അത് പഠിച്ചു വന്നപ്പോൾ, കാരണം ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ പല ദൈവദാസന്മാരും പല പ്രസംഗങ്ങൾ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ അന്ന് വെന്റിലേറ്ററിൽ കണ്ടതാണ്. പക്ഷെ എനിക്ക് അത് ഇപ്പോഴിപ്പോഴാണ് ഓർമ്മ വരുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറയുന്നത്. കാരണം ഒരു സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന, ദീനക്കാരനെ സൗഖ്യമാക്കുക, അത് എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം. വചനം വായിച്ച് നിന്നെ സൗഖ്യമാക്കും, അതും എന്റെ ജീവിതത്തിൽ നടന്നാണ്. ഇത് നമ്മൾ എത്രത്തോളം മനസ്സിൽ ഉൾക്കൊണ്ട് മുൻപോട്ട് പോയി, ഇത് കേൾക്കുന്ന മറ്റുള്ളവരുണ്ടാകാം, കാരണം വിശ്വാസഗോളത്തിന് അപ്പുറത്തുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷെ ഇത് ഞാൻ ഒരു മതത്തെ കുറ്റം പറയുകയല്ല, അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിനെയും കുറ്റം പറയുകയല്ല. ഒരു പൂജാരിയായ എന്റെ ജീവിതത്തിൽ കടന്നു വന്നത്
കർത്താവായ യേശു ക്രിസ്തുവാണ്. വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ആ അനുഭവത്തിലോട്ട് വന്ന് നിൽക്കുമ്പോഴേ അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം സാക്ഷ്യം പറഞ്ഞ് ആ, ഒത്തിരി എനിക്ക് പറയുവാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബാല്യകാലം മുതലേ, കാരണം നേരത്തെ പറഞ്ഞതുപോലെ ബാല്യകാലം മുതലേ തന്നെ എൻ്റെ 15-ാമത്തെ വയസ്സിലാണ് ക്ഷേത്ര ആ, പൂജാരി പഠനം ആരംഭിക്കുന്നത്. കാരണം എൻ്റെ ആ, ഭാര്യയുടെ ആ, ആ, ഭാര്യയുടെ എൻ്റെ സഹോദരിയുടെ ഭർത്താക്കന്മാരൊക്കെ പൂജാരിമാരാണ്. അതുപോലെ തന്നെ എൻ്റെ സൗഹൃദങ്ങൾ എല്ലാവരും അവിടെ നിന്നാണ് ഞാൻ വേർപെട്ട് അവരിൽ നിന്നെല്ലാം മാറി. പക്ഷെ അവർക്കും എന്നെ കുറ്റം പറയാൻ പറ്റുന്നില്ല. എന്താണ്, എന്റെ ജീവിതത്തിൽ വന്നൊരു സാഹചര്യം അവർക്കറിയാം. കാരണം എല്ലാവരും കൈവിട്ടൊരു സാഹചര്യത്തിൽ നിന്നാണ് ദൈവം എന്നെ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. മനസ്സിലാവുന്നുണ്ട്? എല്ലാവരും തീർന്നു എന്ന് പറഞ്ഞെടുത്തുന്ന ദൈവം എന്നെ വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ എന്നെ കേട്ടുകൊണ്ട് നിൽക്കുന്ന അരോമ ടിവിയുടെ പ്രേക്ഷകരുടെ അടുത്ത് എനിക്കൊരു ഒരു ഒരു വാക്ക് മാത്രമേ പറയുവാനുള്ളൂ. കാരണം എന്നെ പലരും, എൻ്റെ നാട്ടിലുള്ളവരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ, എന്നെ അറിയപ്പെടുന്നവരൊക്കെ വിളിച്ചിട്ട് പറയും, നീ മതം മാറിയവനാണ്, നീ മതം മാറി. ഞാൻ അവരുടെ അടുത്ത് ഒരു വാക്ക് പറയുകയാണ്, ഞാൻ മതം മാറിയവനല്ല, മരണം മാറിയവൻ. അവർ നിനക്ക് എടുത്ത് പറയാനിതേ ഉള്ളൂ, ഞാൻ മതം മാറിയവനല്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് വെന്റിലേറ്ററിൽ തീർന്നു പോകേണ്ട ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ആ മരണത്തെ മാറ്റി എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവം. അപ്പൊ ഞാൻ മതം മാറിയവന്. കാരണം ഒരു മതത്തിന്റെ വക്താവായിട്ടല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത്. കാരണം കർത്താവായ യേശു ക്രിസ്തു സർവ മാനവ കുലത്തിനും വേണ്ടിയിട്ട്, സർവർക്കും വേണ്ടിയിട്ട് വന്ന ദൈവമാണ്. കാരണം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, ഹൈന്ദവരുടെ ദൈവമല്ല, മുസ്ലിങ്ങളുടെ ദൈവമല്ല, എല്ലാവരുടെയും ദൈവമാണ്. ഞാന് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാന് എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശ്വാസത്തിലുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് പ്രതികൂലങ്ങളുണ്ടെങ്കിലും, കാരണം നിങ്ങൾ വിശ്വാസത്തിലുള്ളവരായിരിക്കാം, ഇന്നേ വരെ എന്റെ കാര്യം നടന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരായിരിക്കാം. കാരണം നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വിഷയമുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, കുടുംബത്തിലുള്ള ആരെങ്കിലും മദ്യപാനികളായിട്ടുള്ളവരുണ്ടാകാം, ബിസിനസ് പരമായി തുടങ്ങിയ ആ മേഖലകളൊക്കെ മുടങ്ങിയത് പല പല വിഷയങ്ങളും ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താ പറയാ, കുട്ടികളുടെ വിവാഹം നടക്കാത്തത് കൊണ്ട് പല പല പരിഹാര കർമ്മങ്ങൾ അത് ആ മേഖലയിൽ വന്നതായതുകൊണ്ട് എനിക്ക് പറയാം, പല പരിഹാര കർമ്മങ്ങളും ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടാവാം. നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്ന് മാത്രമേ പറയാവുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കുക. നീ മതം മാറണമെന്നല്ല പറയുന്ന, മതം മാറണമെന്നൊരു പഠിപ്പിക്കലല്ല, വിശ്വാസം. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായ നിന്റെ ജീവിതത്തിൽ പരിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്ര ആർജവത്തോടെ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം. കാരണം വീണ്ടും ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ തോർത്തു പറഞ്ഞ്, ഞാൻ മതം മാറിയവനല്ല, എന്റെ മരണത്തെ മാറ്റിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു ഒരു മതത്തിന്റെ സ്ഥാപകനല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും, അതായത് ഈ ഈ എന്താ പറയുന്ന സർവമാനവ കുലത്തിനും പരിഹാരകനായ ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയാണോ, ഏത് പ്രതികൂലമാണോ, എന്ത് വിഷയമായിക്കൊള്ളട്ടെ, കാരണം ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞതിന്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം ചെയ്തു തരും. പക്ഷെ നീ വിശ്വസിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന അരോമ ടിവിയിലെ പ്രേക്ഷകരെ, കാരണം അനേകം ആൾക്കാരുള്ള ഒരു കൂട്ടായ്മയാണ് അരോമ ടിവി. കാരണം ഒത്തിരി ഇതേപോലുള്ള ദൈവദാസന്മാരെ, ഒത്തിരി സാക്ഷ്യങ്ങൾ എന്താ പറയാ മുൻപോട്ട് കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ അരോമ ടിവി ഞാൻ എത്ര നന്ദി പറഞ്ഞാൽ, കാരണം നിങ്ങളുടെ വരുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പല പല സാക്ഷ്യങ്ങളും ദൈവം എടുത്ത് കൊടുത്ത ഒത്തിരി അത്ഭുതങ്ങളും ഈ സാക്ഷ്യത്തിന്റെ അതിന്റെ ആ ചാനലിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാക്ഷ്യങ്ങളെല്ലാം, എന്റെ സാക്ഷ്യമാണെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുള്ള സാക്ഷികളാണെങ്കിലും ഈ വരാൻ പോകുന്ന സാക്ഷ്യങ്ങളെല്ലാം തന്നെ, കാരണം അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ
ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നു. ആമേൻ, 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 ആമേൻ. ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ബ്രദർ AK തിരുമേനി വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അറിഞ്ഞതായ ചില അറിവനുസരിച്ച് ഒരു മതപരമായ പശ്ചാത്തലത്തിലുള്ള ആത്മീയ തലത്തിൽ വളരെ തീഷ്ണതയോടുകൂടി അവിടുത്തെ കാര്യാദികളൊക്കെ ചെയ്ത് കർമ്മങ്ങളും ക്രിയകളും പൂജകളും പരിപാടികളും ഒക്കെ ആയിട്ട് വളരെ നല്ല നിലയിൽ നല്ലവനായ സമൂഹത്തിനും പ്രിയപ്പെട്ടവർക്കും ഒക്കെ നല്ല ഒരു മനുഷ്യനായി ജീവിതം ആരംഭിച്ച ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നു. ശാരീരികമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗത്താൽ പീഡിതനായി വളരെ അധികം ചികിത്സയ്ക്ക് വിധേയപ്പെടുകയും പിന്നത്തേതിൽ വെന്റിലേറ്ററിൽ അഭയം തേടുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെ വെന്റിലേറ്ററിൽ ആയിരിക്കുന്ന സമയത്ത് ജീവനും മരണത്തിനും മുന്നിൽ എല്ലാ നിലയിലും താളം തെറ്റിയതായ ആ ഒരു സന്ദർഭത്തിൽ ആരോ എവിടെ നിന്നോ എന്ന പോലെ ഒരു ചെറിയ ഒരു സുവിശേഷ പ്രതി, ഒരു വാത്സല്യ മാതാവ് പ്രിയ സഹോദരിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കുവാൻ തക്കവണ്ണോടിയായി തോന്നി. അതിനൊരു ഫോൺ നമ്പറുണ്ട്. ആ വാത്സല്യ മാതാവ് പറഞ്ഞു, ഈ ഫോൺ നമ്പറിൽ മോളെ ഒന്ന് വിളിക്കൂ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ആ വാത്സല്യ മാതാവ് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കൂടുതൽ കാര്യമൊന്നും പറഞ്ഞില്ല. ആ സഹോദരി ആ നമ്പറിൽ വിളിച്ച് ഒരു ദൈവദാസനെ കോണ്ടാക്ട് ചെയ്യുവാനും അദ്ദേഹത്തിൽ നിന്ന് കേട്ടതായ വാക്കുകൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ ആരോടെന്നറിയാതെ എങ്ങനെയെന്നറിയാതെ യാതൊരു മുൻപരിചയവുമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. പക്ഷേ ആ വാക്കുകൾ, ആ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം അതിനെ അംഗീകരിച്ചു എന്ന് മാത്രമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. സഹോദരിക്ക് ആരോട് പ്രാർത്ഥിക്കണമെന്നോ എന്തു പ്രാർത്ഥിക്കണമെന്നോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ യാതൊരു മുൻപരിചയവും ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ ആ ദൈവദാസൻ പറഞ്ഞതനുസരിച്ച് മുട്ടുകളെ മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? അതുവരെ പ്രാർത്ഥിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായി. കടാകങ്ങളെ സൃഷ്ടിച്ച് സൂക്ഷിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവും രക്ഷിതാവും കർത്താവും സകല മനുഷ്യന്റെയും സൃഷ്ടിതാവുമായ സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ച് സൂക്ഷിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി കരങ്ങളെ ഉയർത്തി കണ്ണുനീരോടെ തൻ്റെ പ്രിയതമന് വേണ്ടി വെന്റിലേറ്ററിൽ കിടക്കുന്ന തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കുമ്പോൾ, മധ്യസ്ഥ അണയ്ക്കുമ്പോൾ കേൾക്കുന്ന കാണുന്ന ഒരു ദൈവം, കേൾക്കാതെ കാണാതെ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല, കേൾക്കുന്ന കാണുന്ന ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയുമോ? ഒരു കുഞ്ഞ് അമ്മയോട് നിലവിളിക്കുന്നത് പോലെ ആമേൻ, നമ്മുടെ കണ്ണുനീര് കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം, കർത്താവായ യേശു ക്രിസ്തു എന്ന് ഈ ജീവിത സാക്ഷ്യത്തിലൂടെ ആമേനെ പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വൈദ്യശാസ്ത്രം വിധി എഴുതി, ഇനി ജീവിതമില്ല, മരണം മാത്രം മുന്നിൽ ബാക്കി നിൽക്കെ, അല്ലെങ്കിൽ കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വിധി എഴുതപ്പെട്ട ഒരു വ്യക്തി ഇന്നും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന സാക്ഷ്യം പേറുവാൻ തക്കവണ്ണം ആ വ്യക്തിയെ ദൈവം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ വ്യക്തിയുടെ ശരീരത്തിന് മാത്രമല്ല സൗഖ്യം കൊടുത്തത്, ആത്മാവിന് സൗഖ്യം കൊടുത്ത് ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രക്ഷ നൽകി തന്നുകൊണ്ട് ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുവാൻ ദൈവം കൂട്ടിവരുത്തിയത് ഇതൊരു മഹാ അത്ഭുതമെന്ന് മാത്രമാണ് പറയുവാൻ തക്കവണ്ണം കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല.
ദൈവം ജീവിക്കുന്ന ദൈവം, ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് എത്ര പേർക്ക് ആമേൻ ഉറപ്പോടെ പറയുവാൻ കഴിയും? വാത്സല്യ സഹോദരനെയൊക്കെ തിരുമേനി ഇന്ന് ആ ജീവിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ആമേനെ പ്രിയപ്പെട്ടവനിലൂടെ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ആമേനെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ആത്മീയമായി നോക്കിക്കഴിഞ്ഞാൽ കേവലം 2.5 വർഷത്തെ മാത്രം ആമേനെ അനുഭവം ഉള്ള ഒരു ബാല്യം, ഒരു കുഞ്ഞിനെ പോലെ മുട്ടിലിഴയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ കരം പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉള്ള ആത്മീയ അനുഭവങ്ങൾ മാത്രമാണ് ഈ വാത്സല്യ സഹോദരന് ഇന്നുള്ളതെങ്കിൽ വരുന്ന ആളുകളിൽ ആമേൻ എഴുന്നേറ്റ് നടക്കുവാനും ഓടുവാനും ആമേനെ കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാനും ആമേൻ ഈ സാക്ഷ്യം ആമേൻ ഈ ദീപശിഖ ആമേൻ അനേകരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാനും പര്യാപ്തമായ നിലയിൽ സ്വർഗത്തിലെ ദൈവം ശക്തിയോടെ ഉപയോഗിക്കേണ്ടതിന് കേൾവിക്കാരെ നിങ്ങളും ആമേൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ഈ പ്രിയപ്പെട്ടവന്റെ സാക്ഷ്യം ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൂടെ ആമേൻ അനേകർ യേശുവിലേക്ക് വരുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനായ ദൈവം ആമേൻ നമുക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കുന്നു. വെന്റിലേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ വരുന്ന വ്യക്തി തന്നെ വളരെ ആരോഗ്യ പ്രശ്നങ്ങളോടുകൂടി ആയിരിക്കും തിരിച്ചു വരുന്നതൊക്കെ നമുക്കറിയാം. വെന്റിലേറ്ററിൽ പോയി മാത്രമല്ല, കോവിഡ് കാലത്താണ് ഈ വാത്സല്യ സഹോദരൻ വെന്റിലേറ്ററിൽ കിടന്നത്. അദ്ദേഹത്തിന് കോവിഡ് പിടിപെട്ടു. നല്ല ആരോഗ്യമുള്ളവർ പോലും കോവിഡ് പിടിപെട്ട് ഇന്ന് ഈ ലോകത്ത് ഇല്ലാതെ ഇരിക്കുമ്പോൾ, മരണം വഴിയായി മാറ്റപ്പെട്ടപ്പോൾ, വെന്റിലേറ്ററിൽ കിടന്ന ഒരു വ്യക്തിക്ക് കോവിഡ് വന്ന് രക്ഷപ്പെട്ടതായിട്ട് വളരെ അപൂർവം വാർത്തകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്നാൽ ഈ വാത്സല്യ പ്രിയപ്പെട്ടവന് വെന്റിലേറ്ററിൽ നിന്ന് കോവിഡ് രോഗം വന്നിട്ടും അദ്ദേഹം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ അവിടെ നിന്ന് പുറത്തു വരുവാൻ കാരണമായത് ദൈവം പ്രവർത്തിച്ചു. ദൈവം അദ്ദേഹത്തെ വിടുവിച്ചു. ദൈവം അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നു എന്നല്ലാതെ നമുക്ക് എന്ത് പറയാനുള്ളൂ? ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കന്മാരെ, ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആമേൻ ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് ആമേൻ ഒന്നുകൂടി വിശ്വസിക്കാം. ആമേൻ വിശ്വസിക്കാം. നമ്മുടെ വിശ്വാസത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സാക്ഷ്യമായി ആമേൻ ഈ സാക്ഷ്യത്തെ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. ഞങ്ങളെ കേൾക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ 5 വൻകരകളിലായി വിവിധ സാഹചര്യങ്ങൾ, രോഗത്താൽ, ദുഃഖത്താൽ, ഭാരത്താൽ, കടബാധ്യതയാൽ, ജപ്തി നടപടികളിലൂടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ, കുടുംബ ഛിദ്രത്തിലൂടെ, തകർന്ന അനുഭവങ്ങളിലൂടെ, സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമകളായി വിവിധ നിലകളിൽ ആമേനെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നു. അവർക്കൊക്കെ ആമേൻ അവരുടെ ജീവിതത്തിലെ പ്രശ്നത്തിന് പരിഹാരമായി സർവശക്തനായ സ്വർഗത്തിലെ ദൈവം ആമേൻ ഇറങ്ങി വരുമെന്ന് ആമേൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ആമേൻ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങളുടെ കരങ്ങളിൽ തൊടുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിങ്ങളെ സൗഖ്യമാക്കുന്ന, രക്ഷിക്കുന്ന ആമേൻ ആ സർവശക്തന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കൂ. ആമേൻ ആ വാത്സല്യ സഹോദരി നെടുവീർപ്പിട്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കേട്ട ദൈവമാണ് നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുന്നതെന്ന് വിശ്വസിക്കൂ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസൻ എ.കെ. തിരുമേനി ആമേനെ ഒരു നിമിഷം ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകരെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിൽ ലീഡ് ചെയ്തിരുന്ന ദേവദാസിനെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ ഇതിൽ കൂടെ വിടുന്ന എല്ലാ സാക്ഷ്യങ്ങളും ദൈവമേ അത് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ പ്രിയ എ.കെ. തിരുമേനി അവറുകൾ ഇത്രത്തോളം സമയം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും
ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ചും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ. സൗഖ്യം, ആരോഗ്യം, ദീർഘായുസ്സും തരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാനിടയായിത്തീരും. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആ വിവരം ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com